Friends, welcome to channel 𝙑𝙠𝙨 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ടവർ ഫാനാണ് iBELLിൻ്റെ. അപ്പോൾ സംഭവം ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇതാണ് സംഭവം. നമ്മുടെ പാക്കറ്റ് പുതിയ ബോക്സാണ്. അപ്പോൾ ഇന്ന് കാലത്ത് ഡെലിവേർഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകണല്ലോ. നിങ്ങൾ iBELL എന്തായാലും കേട്ടുന്നതിന് സാധ്യതയുണ്ട്. ഇന്ത്യൻ ബ്രാൻഡാണ്. ഇപ്പോൾ വേറെ കുറേ മോഡൽസ് ഇപ്പോൾ ടവർ ഫാൻ ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ആയിട്ട് ആൻറ്റി റസ്റ്റ് ഫീച്ചറൊക്കെ ഉള്ളതാണ്. അതുപോലെ ആൻറ്റി ഡസ്റ്റ് ഫീച്ചറൊക്കെ ഉള്ളതാണ്. പിന്നെ പൊടി പിടിക്കുന്ന പരിപാടി ഇല്ല. അപ്പോൾ നിറച്ച് പണ്ടത്തെ മെയിൻ പ്രശ്നമായിരുന്നല്ലോ, ഫുള്ളുള്ളിൽ നമ്മുടെ കൂളറായാലും ഉള്ളിൽ ഭയങ്കര പൊടി പിടിച്ചിട്ട് അപ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ഒരു 4 മോഡലാണ് ഉണ്ട്. അപ്പോൾ അതിലത്തെ ഒരു മോഡലാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇതിൻ്റെ ലിങ്കൊക്കെ ഉണ്ടാവും കേട്ടോ. താല്പര്യത്തോടെ വാങ്ങാം. ആമസോണിൻ്റെ ലിങ്കാണ്. ഒരു 2900 ആ റേഞ്ചാണ് വരുന്നത്. 3000-ന് താഴെ അങ്ങനെ റേഞ്ച് വരുന്നത്. വാരി ചെയ്യും റേഞ്ച്. ഇപ്പോൾ വരുന്നത് 2900 ആ റേഞ്ചാണ്. എല്ലാ ഓൾമോസ്റ്റ് ആ 3 മോഡലിനും ആ റേഞ്ച് തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അതിന് മുമ്പ് ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനോ അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ നമുക്ക് ഈ വീഡിയോയിൽ പോയാലെന്നാ. അപ്പോൾ നമ്മുടെ ബോക്സ് ഇതാണ് കേട്ടോ. അപ്പോൾ iBELLിൻ്റെ ബോക്സാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് നമുക്ക് ബോക്സ് ഒന്ന് പരിചയപ്പെടാം. അതിലാണ് നമുക്ക് കാണിച്ചത്. അപ്പോൾ ഇവിടെ iBELLിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. അതുപോലെ ടവർ ഫാൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. എല്ലാ സൈഡിലും 4 സൈഡിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ ഇത് ഷിപ്പിംഗ് അഡ്രസ്സും സംഭവങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ. ഇനി നമുക്ക് പ്രൈസിങ് ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നത് എവിടെയാണ് നോക്കാം. അത് ഇവിടെയാണ്. എനിക്ക് ഞാൻ ഒന്ന് താഴേക്ക് നമ്മുടെ ക്യാമറ ഒന്ന് മാറ്റാൻ നോക്കാം, അല്ലെങ്കിൽ കാണില്ല. കുറച്ച് ഷെയ്ക്ക് വന്നിട്ടാണ്. അതാണ് നമ്മുടെ അതിൻ്റെ ഫീച്ചേഴ്സും കൊടുത്തേക്കുന്നതും അതുപോലെ MRP കൊടുത്തേക്കുന്നത് ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഫീച്ചേഴ്സ് കൊടുത്തേക്കുന്നത് സ്ലീക്ക് ആൻഡ് സ്റ്റൈലിഷ് മോഡൽ ഡിസൈൻ, ഹൈ ഗ്ലോസ്, റസ്റ്റ് ഫ്രീ ബോഡി, അതുപോലെ 3 സ്പീഡ് കൺട്രോൾ, ഹൈ എയർ ഡെലിവറികൾ വരുന്നതാണ്. എക്സ്ട്രാ ചില്ലിങ് വിത്ത് എയർ കണ്ടീഷനിങ്. അത് നമ്മളെല്ലാത്തിലും പരസ്യം വരുന്നതാണ്. എന്നാലും കുഴപ്പമില്ല. ലോ പവർ കൺസപ്ഷനാണ്. അത് നല്ലൊരു പോയിൻ്റാണ്. അതുപോലെ പവർഫുൾ എയർ ത്രോ ഉണ്ട്. അതുപോലെ എന്താ പറയുക, 140 വാട്ടാണ് വരുന്നത് കേട്ടോ. കറണ്ട് 1 ആംപിയറും എയർ ഡെലിവറി നേരത്തെ പറഞ്ഞ പോലെ 2250 m3/h ആണ് വരുന്നത്. അതുപോലെ ഇതിൽ MRP കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മോഡൽ നെയിം iBELL നമ്മുടെ സൈക്ലോൺ എന്ന് പറഞ്ഞൊരു മോഡലാണ്. പിന്നെ MRP വരുന്നത് 5590 നിങ്ങൾക്ക് ഇവിടെ കാണണമെന്ന് പറഞ്ഞില്ല, താഴെയാണ് വേണ്ടത് ചെറുതായിട്ട്, ഭയങ്കര ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറച്ച് പാടാണ്. പിന്നെ അതിൽ വേറെ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. മാനുഫാക്ചർഡ് ബൈ ഗ്രീൻസ് ഇൻഡസ്ട്രീസ് അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. ഈ പറവൂര് നമ്മുടെ കേരളത്തിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ തന്നെയാണ് കേട്ടോ. ഇത് ഇന്ത്യൻ കമ്പനിയാകുമ്പോൾ പോരാത്തതിന് കേരള കമ്പനി കൂടിയാണ് iBELL എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എന്തായാലും ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാൻ നമ്മുടെ എന്തായാലും സീല് പൊട്ടിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ സ്വിസ്സിൻ്റെ നമ്മുടെ മൾട്ടി യൂട്ടിലിറ്റി നൈഫ് എടുത്തിട്ടൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച സംഭവമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം എല്ലാ ഉപയോഗത്തിനും ഉപയോഗിക്കാമല്ലോ. നമ്മൾ വെറുതെ ഒരു നൈഫ് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇതിന് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇപ്പോൾ മൾട്ടി യൂസിന് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് വാങ്ങാട്ടെ. ഇതിൻ്റെ കുറേ ഡിസൈൻസുകളുണ്ട്. അതുപോലെ ഡിസൈൻസ് മാത്രമല്ല, OnePlusൻ്റെ ലോഗോ ഉള്ളത്, അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കാം. എന്തായാലും ഞാൻ അതിൻ്റെ കൂടുതൽ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം വാങ്ങിച്ചാണ്. പിന്നെ ലോങ് ലൈഫ് ഉപയോഗിക്കാം. പിന്നെ ഭയങ്കര നല്ല ക്വാളിറ്റിയിലാണ്. സിസ്റ്ററിന് ഉപയോഗിക്കുന്ന സംഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ ഈ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആർമിക്കാരുടെ ഡിസൈൻ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്കിതുകൊണ്ട് നമ്മുടെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ മുകളിലായിട്ട് തന്നെയുള്ളൂ കേട്ടോ. നല്ല മൂർച്ചയുള്ളതാണ് കണ്ടോ. സൂപ്പറായിട്ട് കട്ടാവും. നമ്മുടെ ലോക്കൽ പോലത്തെ സാധനമല്ല. ഇത് ഓപ്പൺ ചെയ്യാം. നല്ല കത്തിയാണ്, നല്ല മൂർച്ച. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. എന്തായാലും നമുക്ക് അതിൻ്റെ യൂസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിലിപ്പോൾ കാര്യമായിട്ടുള്ള സാധനങ്ങൾ ഒന്നുമില്ല, വെറുതെ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിൽ സംഭവം ഇങ്ങനെയാണ് കിട്ടിക്കുന്നത്. അപ്പോൾ iBELLിൻ്റെ ഒരു കവർ വെച്ചിട്ട് അവർ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കവറൊന്ന് അഴിക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ കത്തി എടുക്കാം. അല്ല മൂർച്ച എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. പ്രമോഷൻ കാര്യങ്ങളായിട്ട് നോക്കണ്ട. പക്ഷെ എനിക്കിത് ഇത്ര ചെറിയ ഇങ്ങനത്തെ ടൈപ്പ് കത്തിയിൽ ഇത്ര മൂർച്ചയുള്ളത് ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അത്യാവശ്യം വിലയുണ്ട് അത് വേറെ കാര്യം. എന്നാലും പക്ഷേ ലോങ് ലൈഫിന് കിട്ടുമല്ലോ. തൊടുമ്പോഴേക്കും കട്ടാവണുണ്ടോ. ഇനി നമുക്ക് എന്തായാലും ഇവിടെ കട്ട് ചെയ്യാം. പാക്കേജിങ് വലിയ മോശമില്ല. മുകളിൽ തന്നെ നമുക്ക് ഒരു iBELLിൻ്റെ വാറണ്ടി കാർഡ് വെച്ചിട്ടുണ്ട്. നമുക്കൊന്നിവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുക. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് കണ്ട് നോക്കട്ടെ. അതാണ് സംഭവം. വാറണ്ടി കാർഡ്
1 year വാറണ്ടിയാണ്. പിന്നെ 6 month എക്സ്ട്രാ വാറണ്ടി ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതൊന്ന് എടുക്കാം. വൈറ്റ് കളറാണത്, അതവിടെ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ സംഭവം കണ്ടു. രജിസ്റ്റർ ആൻഡ് ഗെറ്റ് 6 month എക്സ്ട്രാ വാറണ്ടി ഫ്രീ. ചെറുതായിട്ട് കുറച്ച് ചളി പോലെയൊക്കെ ഉണ്ട്, പക്ഷെ സാധനം പാക്ഡ് ആയിരുന്നു, അല്ല സീൽഡായിരുന്നു. വൈറ്റായ അതാ കുഴപ്പം. പക്ഷെ വേറെ കളറൊന്നുമില്ല. 30 തന്നെ വേണ്ടി വരും. അയ്യോ മാറിപ്പോയി, എവിടെ പോയി കത്തി? അത്യാവശ്യം കുറച്ച് ടൈറ്റായിട്ടാണ് വരച്ചിരിക്കുന്ന ഒരു പാക്കേജ്. ഫുള്ളെന്തായാലും കട്ട് ചെയ്യാൻ നല്ല ആൾക്ക്. ഇല്ല, നമ്മുടെ ടവർ ഫാൻ പുറത്ത് വന്നിട്ടുണ്ട്. വൈറ്റും ഒരു ബ്ലാക്ക് കളറാണ്. ഇപ്പോൾ ഇതൊന്ന് ദൂരെ നിന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു പിടി ഉണ്ട് കേട്ടോ, ഹാൻഡിൽ ഇവിടെയാണ്. ഫുള്ള് കാണാൻ പറ്റണോ നിങ്ങൾക്കിപ്പോൾ? നമുക്ക് ആ കവറുകളൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ കുറച്ച് വൃത്തികേടൊക്കെ ഒന്ന് പോയി കിട്ടും. എന്താ കുഴപ്പമില്ല, ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉണ്ട്. ഞാൻ കറക്റ്റ് ഒന്ന് സൂം ചെയ്യാം. ഇതാണ് ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫാൻ കൺട്രോളുണ്ട്, പിന്നെ സ്പീഡ് കൺട്രോളുണ്ട്, പിന്നെ പവർ ഓൺ ഓഫും രണ്ടും കൂടി ഉള്ളതാണത്. ഓൺ ഓഫ് റൊട്ടേഷനും വരുന്നതാണത്. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, പിന്നെ നോർമൽ നമ്മുടെ ഈ എന്താ പറയുക ടവർ ഫാനിൽ വരുന്ന സംഭവങ്ങളൊക്കെ തന്നെയുള്ളൂ. വേറെ എക്സ്ട്രാ ഫീച്ചേഴ്സൊന്നുമില്ല. ഫുൾ വെൻറ്റിലേഷൻ അവിടെയൊക്കെ. പിന്നെ അവരുടെ ബ്രാൻഡിങ് ആയിട്ടൊരു മോഡൽ നമ്പർ സംഭവം കൊടുത്തിട്ടുണ്ട്. 140 watt വയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും ഓൺ ചെയ്തും കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ സംഭവം സെയിം തന്നെ ആയിരിക്കുമല്ലോ. കാറ്റ് പിന്നെ എന്തായാലും നമ്മുടെ എയർ ഫ്ലോ നമ്മൾ കണ്ടതാണല്ലോ, നോർമലാണ്, എല്ലാത്തിലും ആ സ്പീഡ് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്ത് കാണിക്കുന്നില്ല. അത് കാരണം സംഭവത്തിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി വൈസൊക്കെ നോക്കുമ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. 2000 രൂപയ്ക്ക് 2900 റേഞ്ചിന് കുഴപ്പമൊന്നുമില്ല. ഫീച്ചേഴ്സുകൾ നോർമൽ നമ്മളൊക്കെ തന്നെ ഫീച്ചേഴ്സുകൾ തന്നെയുള്ളൂ. എന്ന് വെച്ചാൽ സ്പീഡ് കൺട്രോൾ 3 കൺട്രോളുകളുണ്ട്, പിന്നെ ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ റൊട്ടേഷനും കാര്യമായിട്ടുള്ള സെയിം സംഭവങ്ങളൊക്കെ. പിന്നെ പക്ഷേ ഇവിടെ ഈ പ്രിൻറ്റിങ്ങൊക്കെ കുറച്ച് ഒന്ന് പോരാ, പ്രിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി പോരാ എന്ന് എനിക്ക് പറയാൻ വേണമെങ്കിൽ. പിന്നെ നമ്മുടെ iBELL ഒട്ടിച്ചിരിക്കുന്നത് ഒരു സ്റ്റിക്കറാണ്. അങ്ങനത്തെ ഒക്കെ ഇഷ്യൂ കുറച്ച് ഇപ്പോൾ കാണുന്നുണ്ട്. അല്ലാണ്ട് വലിയ കംപ്ലയിൻസുകളൊന്നും കാണാനില്ല എന്തായാലും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ഒന്ന് വാങ്ങിക്കാം കേട്ടോ. ആമസോണിലെ അവൈലബിളാണ്. 3-4 മോഡലുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരെണ്ണത്തിൻ്റെ മോഡൽ തന്നെ കയറിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, അതിനുള്ളിൽ നമ്മുടെ കുറേ മോഡൽസ് അതിൽ കാണിക്കും. ഇത് ജസ്റ്റ് ബേസിക് മോഡലാണ്. ഇതിനെക്കാട്ടും കുറച്ച് മോഡൽസ് ഫീച്ചേഴ്സുകളുള്ള മോഡലുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം സെയിം റേറ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയൊന്ന് വാങ്ങിച്ചു നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും വൈൻഡപ്പ് ചെയ്തല്ല വീഡിയോ. അപ്പോൾ അതിന് നമ്മുടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്കൊന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറയാം. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ഒന്ന് വലുതാവട്ടെ. അപ്പോൾ നമുക്ക് ഇനി കുറേ ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ ആയിട്ട് പിന്നിൽ വരാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.